കൊല്ലത്ത് വോട്ട് ചെയ്തതിനു ശേഷം യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവസരമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ആദ്യത്തെ ഈ പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിലോമകരമായിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ച് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അവസരമുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. അത് ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാമോ? വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ നല്ലതാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതാണ്. പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നില്ല, തികച്ചും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വിവാദങ്ങളായിരുന്നു. കഴിഞ്ഞ 2 മാസക്കാലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു. പ്രത്യേകിച്ചും CPM-ൻ്റെ നേതൃത്വത്തിൽ, ഞാൻ LDF എന്ന് പോലും പറയുന്നില്ല, CPM-ൻ്റെ നേതൃത്വത്തിൽ നടന്ന ക്യാരക്ടർ അസാസിനേഷൻ, സ്വഭാവഹത്യ, വ്യക്തിഹത്യ, അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ കൊല്ലത്ത് മാത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ദേശീയ രാഷ്ട്രീയ പ്രശ്നം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച്, കോട്ടങ്ങളെ സംബന്ധിച്ചുള്ളൊരു ഡിബേറ്റിന് അവസരമുണ്ടായില്ല. 5 വർഷക്കാലം MP എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിമർശനാത്മകമായിട്ടുള്ളൊരു വിലയിരുത്തലോ അതുമായി ബന്ധപ്പെട്ട ഒരു സംവാദമോ പൊതുസമൂഹത്തിലുണ്ടായില്ല. ആകെ ഉണ്ടായ വിവാദങ്ങൾ, ആകെ ഉണ്ടായിട്ടുള്ള സംവാദങ്ങൾ UDF-ൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരായി വ്യക്തികേന്ദ്രീകൃതമായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങൾക്കും അപ്പുറത്ത് ഫലപ്രദമായ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരത്തെ രാഷ്ട്രീയ മത്സരമായി കാണാൻ CPM ആഗ്രഹിച്ചില്ല. വ്യക്തിഹത്യയിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ രാഷ്ട്രീയമായ നേട്ടം കൊയ്യാമെന്ന് ഗവേഷണം നടത്തി, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ സഹായത്തോടുകൂടി ഗവേഷണം നടത്തിയാണ് ഒരു ക്യാരക്ടർ അസാസിനേഷന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയത്. പക്ഷേ ആ ക്യാരക്ടർ അസാസിനേഷന് വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളൊക്കെ തന്നെ എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായത്തിൽ വളരെ പോസിറ്റീവായി മാറി എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഒന്ന്, ഞാൻ RSS ആണ്, ഞാൻ BJP ആണ്, ഞാൻ ജയിച്ചാൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചേരുമെന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ നടത്തിയ പ്രചണ്ഡമായ പ്രചരണം. 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, CPM-ൻ്റെ 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൊല്ലത്ത് വന്ന് മീറ്റ് ദ പ്രസ് നടത്തിയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിൻ്റെ ധനമന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് കൊല്ലം പട്ടണത്തിലൊരു ഹോട്ടലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി ഒരു മന്ത്രി അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത തലത്തിൽ മതപരമായ സ്പർദ്ധയും വർഗീയമായ വിദ്വേഷവും ഉണ്ടാകുന്ന നിലയിലുള്ള മെലീഷ്യസ് ആയിട്ടുള്ള കമ്മ്യൂണൽ ക്യാമ്പയിൻ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്നു. അപ്പോൾ അത്തരത്തിലുള്ള അതുപോലെ 3 മന്ത്രിമാർ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തി. അത് കേവലം സാമുദായികവും വർഗീയവുമായിട്ടുള്ള പ്രചരണമായിരുന്നു സംഘിവൽക്കരണത്തിലൂടെ അവർ ഉദ്ദേശിച്ചത്. ആ സംഘിവൽക്കരണ പ്രചരണത്തെ അതിജീവിച്ച് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത് നല്ല നെഗറ്റീവ് അവരെ സംബന്ധിച്ച് നെഗറ്റീവ് റിസൾട്ടും എനിക്ക് പോസിറ്റീവ് റിസൾട്ടും ഉണ്ടായി എന്നാണ് എൻ്റെ പേഴ്സണൽ അസസ്മെൻറ്റ്.